ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ലുബു വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ദാൽ കറിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. ഒരു സൂപ്പർ കറിയുണ്ട്. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതുപോലെ അപാര ടേസ്റ്റിലൊരു കറി കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് പരിപ്പോടെ അരമണിക്കൂറോളം ഒന്ന് കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പരിപ്പൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളക് കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അതിനുവേണ്ടി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വറ്റൽമുളക് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മൂത്തിയതിന് ശേഷം നമ്മൾ പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്തായാലും ഈ കറിയിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണത്. അപ്പോൾ മല്ലിച്ചപ്പ് എന്തായാലും കറിയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കണം, എന്നാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ കറിയിൽ കിട്ടുള്ളൂ. എന്തായാലും ഇത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, അതുപോലെ ടേസ്റ്റ് അടിപൊളിയാട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കൊണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മളെ കറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റോളം വെച്ചതിന് ശേഷം നമുക്കത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, നമസ്കാരം.